ഉള്ളവർ ചെയ്യുമ്പോൾ ആർക്കും ഒരു പ്രശ്നമില്ല. സബ്സ്ക്രിപ്ഷൻ ബാക്കിയുള്ള ആക്ടേഴ്സ് ഒന്നും ചെയ്യുമ്പോൾ ആർക്കും ഒരു പ്രശ്നമില്ല. രേണുസുതി അങ്ങ് സബ്സ്ക്രിപ്ഷൻ അങ്ങ് തുടങ്ങിയപ്പോഴത്തേന് എല്ലാവർക്കും പ്രശ്നം എന്താണെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്താലോ. എന്താണ്? അപ്പോൾ ആദ്യം ഒരു പോസ്റ്റർ നിങ്ങൾ കണ്ട അതൊന്ന് വായിച്ചു നോക്കിയാൽ, സബ്സ്ക്രിപ്ഷൻ വിമർശിക്കുന്നവർക്ക് മറുപടിയുമായി രേണു. ലോകത്ത് ആരൊക്കെ എന്തൊക്കെ ചെയ്താലും കുഴപ്പമില്ല, ഞാൻ ചെയ്താൽ മാത്രം കുഴപ്പം. എന്താണ് ഗൈസ്? രേണുസുതി ചെയ്താൽ മാത്രം എന്താ കുഴപ്പം? രേണുസുതിക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കട്ടെ. ആരും എന്താക്കുന്നില്ല, രേണുസുതിൻ്റെ പേഴ്സണൽ ജീവിതത്തിലേക്ക് ഇടപെടുന്നില്ല. ഇല്ല, രേണുസുതി ഒരു സബ്സ്ക്രിപ്ഷൻ തുടങ്ങി, പൈസ ഉള്ള ആളുകൾ കുറച്ച് എന്താ പറയുക, രേണുസുതിയോട് അത്രക്ക് സ്നേഹമുള്ള ആളുകൾ, രേണുസുതിൻ്റെ ആരാധകന്മാർ, രേണുസുതി ഫാൻസ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തു. അതിനിടയിൽ കുറച്ച് കീടങ്ങൾ പോയിട്ട് രേണുസുതിൻ്റെ സബ്സ്ക്രിപ്ഷൻ ചാനലിലിട്ട കുറച്ച് എക്സ്ക്ലൂസീവ് സാധനങ്ങൾ പുറത്തേക്ക് വിട്ടു. അതിനെതിരെ രേണുസുതി ഒരു ലൈവ് ഇട്ടായിരുന്നു. അപ്പോൾ ആ ഒരു ലൈവ് കണ്ടിട്ട് വരി, ഞാൻ ആ ലൈവ് ഒന്നും ഇവിടെ പ്ലേ ചെയ്യാം. അപ്പോൾ അതിൻ്റെ തുടർന്നൊക്കെ രേണുസുതി സബ്സ്ക്രിപ്ഷനെല്ലാം തുടർന്നിട്ടാണ് ഇവിടെ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ രേണുസുതി എന്തൊക്കെയാണ് പറഞ്ഞത് എന്ന് നമുക്കൊന്ന് കേട്ടാലോ. കേൾക്കുന്നുണ്ടോ? ഒറ്റൻ്റെ സൗണ്ട് ഒന്ന് നോക്കട്ടെ രേണുസുതിൻ്റെ. നിങ്ങൾക്കറിയാം, ഞാൻ പെയ്ഡ് സബ്സ്ക്രിപ്ഷൻ ചെയ്തിട്ടുണ്ട്. ഒരുപാട് സബ്സ്ക്രിപ്ഷൻ ഇപ്പോൾ ആയിട്ടുണ്ട്. ഒരുപാട് എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്, അവരൊക്കെ സബ്സ്ക്രിപ്ഷൻ ചെയ്തിട്ടുണ്ട്. സോ എന്താ പറയുക, എന്നെ പോലെ തന്നെ, അതായത് മിക്ക വലിയ വലിയ ആർട്ടിസ്റ്റുകളും സെലിബ്രിറ്റികളും സബ്സ്ക്രിപ്ഷൻ ചെയ്തിട്ടുണ്ട് അല്ലേ, നിങ്ങൾക്കറിയാം. സോ അവരുടെയൊക്കെ സബ്സ്ക്രിപ്ഷനിൽ ചെന്നിട്ട് റിയാക്ഷൻ വീഡിയോ പറയുന്നവന്മാർ ചെന്നിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അവരുടെയൊക്കെ പോസ്റ്റിൽ കൊടുക്കുന്ന, അല്ലെങ്കിൽ സബ്സ്ക്രിപ്ഷന് മാത്രം ചെയ്യുന്ന പോസ്റ്റുകളും റീൽസുകളും സ്ക്രീൻഷോട്ട് എടുത്ത് പുറത്ത് വിട്ടാത്ത അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. വളരെ മോശം, വളരെ മോശം. രേണുസുതിൻ്റെ ആരാധകന്മാർ ചെയ്തത് വളരെ വളരെ മോശം. ചെയ്യാൻ പാടില്ലായിരുന്നു. എത്ര നിങ്ങൾക്ക് വേണ്ടി രേണുസുതി സ്വന്തം ജീവിതത്തിൽ നിന്നിട്ട് എക്സ്ക്ലൂസീവ് കണ്ടന്റുകൾ നിങ്ങൾക്ക് തന്നു. അല്ലാതെ തന്നെ ദിവസവും കണ്ടന്റുകൾ പ്രേക്ഷകർക്ക് തരുന്ന രേണുസുതിനോട് നിങ്ങൾ ഈ ചതി ചെയ്യാൻ പാടില്ലായിരുന്നു. സബ്സ്ക്രൈബ് ചെയ്ത 819, ഇപ്പോൾ 900 സംതിങ് സബ്സ്ക്രൈബേഴ്സ് ആയിക്ക് ഇൻസ്റ്റഗ്രാമിൽ. ആ 919 1-2 കീടങ്ങളുണ്ട്. ആ കീടങ്ങൾക്കെതിരെയാണ് എന്തിനു പറഞ്ഞ സംസാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് രേഖപ്പെടുത്താം. നിങ്ങൾക്ക് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ രേഖപ്പെടുത്തുക. ബാക്കി കേക്ക് എന്താണ് രേണുസുതി പറയുന്നത് കേൾക്കാം. എന്താണ് ഇവർ എന്നോട് ഇത് ചെയ്യുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. എനിക്ക് ഇനി ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ സത്യമായിട്ടും ഞാൻ നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് പോകും. കാരണം മെറ്റ് എന്ന പ്ലാറ്റ്ഫോം എനിക്കും കൂടി തന്നതാണിത് സബ്സ്ക്രിപ്ഷൻ. മനസ്സിലായോ? സബ്സ്ക്രിപ്ഷൻ ചെയ്യുന്നവർക്ക്, അതായത് സബ്സ്ക്രിപ്ഷൻ ഓക്കെ, എനിക്ക് മെറ്റ സബ്സ്ക്രിപ്ഷൻ തന്നിട്ടുണ്ടെങ്കിൽ രേണുസുതിൻ്റെ അക്കൗണ്ടിൽ 199 രൂപ കൊടുത്ത് സബ്സ്ക്രിപ്ഷൻ എടുത്ത ഞങ്ങൾക്ക് തന്നതാണ് അതിൻ്റെ ഒത്ത കണ്ടന്റുകൾ. എനിക്കല്ല, രേണുസുതി ഫാൻസിന്. അപ്പോൾ അവരെടുത്ത് ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുക്കുമോ, വീഡിയോ സേവർ എടുക്കുമോ, എടുത്ത് അവർ പുറത്തിടുകയാണെങ്കിൽ തെറ്റ് പറയാൻ പറ്റില്ലല്ലോ. സബ്സ്ക്രിപ്ഷൻ്റെ റേറ്റ് കൂട്ട്, അവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യട്ടെ, എന്നിട്ട് എടുത്ത് വിടുക്കട്ടെ. അതുകൊണ്ട് മെറ്റ ഒന്നും ആക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ സബ്സ്ക്രിപ്ഷൻ ചിലപ്പോൾ മെറ്റ എന്താക്കും, ക്ലോസ് ആക്കും. എനിക്കിങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ. മനസ്സിലായോ? രേണുസുതിന് അത്രക്കും കേരളം ഏറ്റെടുത്തുകൊണ്ടല്ലേ രേണുസുതി എൻ്റെ സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ട് ആളുകൾ അതിൻ്റെ ഒത്തുനിന്ന് എടുത്ത് പുറത്തിടുന്നേ. അപ്പോൾ ആരാന്നറിയില്ല. എന്തായാലും ബാക്കി കേൾക്കാം. സബ്സ്ക്രൈബേഴ്സിന് മാത്രമാണ് ഇടേണ്ട പോസ്റ്റ്. അത് നീ കയറി സബ്സ്ക്രൈബ് ചെയ്തിട്ട് നീ സ്ക്രീൻഷോട്ട് എടുത്ത് പബ്ലിക് ആക്കുന്നത്. നിനക്കൊക്കെ എന്തുവാടാ? നിനക്കൊക്കെ കണ്ടന്റിന് വേണ്ടിയിട്ടാണോ? എന്നും അല്ലാതെ തന്നെ എനിക്ക് ഒരുപാട് കണ്ടന്റ് ഞാൻ നിനക്കൊക്കെ തരുന്നില്ല. അതെടുക്കാൻ വരെ ഈ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുന്ന എന്താ പറയാ, അവർക്ക് വേണ്ടി മാത്രം എടുത്ത പോസ്റ്റുകളും മിക്ക സെലിബ്രിറ്റികളും ഇങ്ങനെ ചെയ്യുന്നത്. നീയൊക്കെ ഒന്ന് വലിയ വലിയ സെലിബ്രിറ്റികൾ ചെയ്യുന്നുണ്ടല്ലോ സബ്സ്ക്രിപ്ഷൻ. അതെ, വലിയ വലിയ സെലിബ്രിറ്റികൾ സബ്സ്ക്രിപ്ഷൻ ചെയ്യുന്നില്ലേ? എന്തുകൊണ്ടാണ് നിങ്ങൾ അതൊന്നും എടുത്ത് ചെയ്യാത്തത്? കാരണം രേണുസുതി കേരളത്തിൻ്റെ തമന്യ. സോറി രേണുസുതി പാവപ്പെട്ടവരുടെ തമന്യാണ്. കുറച്ച് മുന്നേ വൈറലായിരുന്നു എൻ്റെ വീഡിയോ. ബാക്കി പറയും. അവരുടെയൊക്കെ സബ്സ്ക്രിപ്ഷനിൽ കയറി നീയൊക്കെ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തൊന്ന് പബ്ലിക് ആക്കിക്കുക. അപ്പം വിവരം അറിയാം. അപ്പൊ ഈ എന്റെ മെക്കെട്ട് കയറാനേ നിനക്കൊക്കെ അറിയത്തുള്ളൂ. എന്റെ സബ്സ്ക്രിപ്ഷനിൽ വന്നിട്ട് അത് സ്ക്രീൻഷോട്ട് എടുക്കുക, പബ്ലിക് ആക്കുക. നാണം ഉണ്ടോടാ നിനക്കൊക്കെ? നാണം ഉണ്ടോ? നാണം ഉണ്ടോടാ? 918 ആളുകൾ പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. നാണം ഉണ്ടോ നിങ്ങൾക്ക്?
പാവപ്പെട്ട ഒരു കുട്ടി സബ്സ്ക്രിപ്ഷനിൽ കുറച്ച് എക്സ്ക്ലൂസീവ് സബ്സ്ക്രിപ്ഷൻ ചെയ്തവർക്ക് മാത്രം ഇട്ട സാധനങ്ങൾ എടുത്തിട്ട് വാട്സപ്പ് ഗ്രൂപ്പിലും ടെലിഗ്രാം ഗ്രൂപ്പിലും കൊണ്ടുപോയി ഇടുന്നത് നിങ്ങൾക്ക് നാണമുണ്ടോ എന്ന് ചോദിക്കുന്ന കേട്ടിട്ടില്ല രേണുസുതി? ഉണ്ടോ? നാണമുണ്ടോ? ബാക്കി പറ, ആരാണോ ബാക്കി? ഞാനൊരു കേസ് ഫയൽ ചെയ്യാൻ അങ്ങ് തീരുമാനിച്ചു. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മെറ്റ എന്ന പ്ലാറ്റ്ഫോം എനിക്കും കൂടെ തന്നതാണ്, മനസ്സിലായോ? മിക്ക സെലിബ്രിറ്റീസിനും സബ്സ്ക്രിപ്ഷനിൽ ഇട്ടത് പോസ്റ്റ് രേണുസുതി തന്നെ ഇടുന്നത്. രേണുസുതി ഇട്ട പോസ്റ്റ് കളവ് പോയി എന്ന് പറഞ്ഞിട്ടൊരു കേസ് കൊടുത്താലോ രേണുസുതി? നമുക്ക് എൻ്റെ സബ്സ്ക്രിപ്ഷനിലിട്ട എക്സ്ക്ലൂസീവ് കണ്ടന്റ് കളവ് പോയി അങ്ങനെ കൊടുത്താൽ ചിലപ്പോൾ കേസ് കൊടുത്ത പോലെ എനിക്കും കൂടെ തന്നതാണ് ആ ഒരു പ്ലാറ്റ്ഫോം. ഞാനും കൂടെ എന്താ പറയാ സബ്സ്ക്രിപ്ഷൻ ചെയ്യുന്നത് സബ്സ്ക്രൈബ് ചെയ്തവർക്ക് മാത്രം കാണാനാണ്. അത് നീ സബ്സ്ക്രിപ്ഷൻ ഇംഗ്ലീഷ് ഈസി ആയിട്ട് പഠിക്കൂ. ഈസി ഇംഗ്ലീഷ്. അതിനിടയിൽ ഒരു പരസ്യട്ടതാ. നീ പേഴ്സണൽ അതിനകത്ത് വന്നിട്ട് സ്ക്രീൻഷോട്ട് എടുക്കാൻ പബ്ലിക് ആയിട്ട് കാണും. നീ സ്ക്രീൻഷോട്ട് എടുത്ത് നിന്റെ ഫോണിൽ വെച്ചോ. നീ എന്തിനാ പബ്ലിക് ആക്കുന്നത്? ഞാൻ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുന്നതല്ലേ. നിന്റെ വീട്ടിലെ കാശ് കൊണ്ടൊന്നും അല്ലല്ലോ ഇത് ചെയ്യുന്നത്. ഇത് മെറ്റ പ്ലാറ്റ്ഫോം എനിക്ക് തന്നതല്ലേ. ഞാൻ നോക്കട്ടെ നിയമപരമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുമോന്ന്, ഈ മാനനഷ്ടത്തിന് കേസ് കൊടുക്കാൻ പറ്റുമോന്ന് ഞാൻ നോക്കട്ടെ. നോക്കിയിട്ട് കഴിഞ്ഞിക്കണ്ട പറട്ടോ. ഞങ്ങൾ അടുത്ത വീഡിയോന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ആ ബൈക്ക് അങ്ങ് ദുബായിക്ക് പോയോ? ദുബായിലാണോ? നമ്മുടെ ആടെ പ്രശ്നമാണ്. ആടെ പോയി കുടുങ്ങണ്ട. എന്തായാലും ബാക്കി പറയാം. നമുക്ക് കേസ് അങ്ങ് ദുബായി പോയി കൊടുക്കാം. ദുബായിലുള്ളവരാണോ ഇത് പുറത്തുവിടുന്നത്? അല്ലെങ്കിൽ കേരളത്തിൽ നിന്നാണോ? വേറെ വല്ല സെലിബ്രിറ്റികളുടെ നീക്കം ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് നോക്കിയ വിവരം അറിയും നീയൊക്കെ, മനസ്സിലായോ? അപ്പോൾ രേണുസുതിൻ്റെ സബ്സ്ക്രിപ്ഷൻ അത് എക്സ്ക്ലൂസീവ് സബ്സ്ക്രൈബേഴ്സിന് മാത്രം 199 രൂപ അടച്ച് എക്സ്ക്ലൂസീവ് ഇത് കേട്ട് ഞാനൊരു ഇംഗ്ലീഷ് ക്ലാസ്സിന് പോകേണ്ടി വരുമോ? എക്സ്ക്ലൂസീവ് കണ്ടൻറ്റുകൾ കൊടുക്കാൻ വേണ്ടി രേണുസുതി എന്ത് ചെയ്തു? സബ്സ്ക്രിപ്ഷൻ എന്താ പറഞ്ഞ സബ്സ്ക്രിപ്ഷൻ ഇട്ടു. അതിൻ്റെ ഒന്നും സ്ക്രീൻഷോട്ടും സ്ക്രീൻ സവറും അടിച്ചിട്ട് പബ്ലിക് ആക്കുന്നോടാ. വളരെ വളരെ മോശം. അപ്പോൾ അതിൽ വന്ന് കുറച്ച് കമൻറ്റുകൾ വായിക്കാം. കമൻറ്റുകൾ ഞാനൊന്ന് വായിച്ചാലോ? ആ ഒരു പോസ്റ്റിൻ്റെ അടിയിൽ വന്ന കുറച്ച് കമൻറ്റുകൾ നിങ്ങൾ കാണണം. ഓക്കെ, അതിൻ്റെ അടിയിൽ വന്ന കുറച്ച് കമൻറ്റുകൾ നമുക്ക് ഓരോന്നായിട്ട് വായിക്കാം. കമൻറ്റുകൾ എന്തൊക്കെ വന്നേ? സബ്സ്ക്രിപ്ഷൻ. ഓക്കെ, ഈ അവസരത്തിൽ പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത് ചേച്ചി. സബ്സ്ക്രിപ്ഷനിൽ എന്താടാ നിങ്ങൾ രേണുവിനെ കളിയാക്കുന്നത്? വേണ്ടട്ടോ. രേണു ഫാൻസ് അസോസിയേഷൻ വരും, കേസ് കൊടുക്കും നിങ്ങൾക്കെതിരെ. നിങ്ങൾ രേണുവിനെ കളിയാക്കുന്നു. അതിനിടയിൽ എന്തിന് രേണു BJPയിലൊരു സീറ്റ് ചോദിക്കാൻ വല്ല ആര് പറഞ്ഞു? രേണുവിനോട് BJPയിൽ നിന്ന് കോൾ വന്നില്ല. കോൾ വന്നായിരുന്നു, പക്ഷെ രേണുവിന് സമയമില്ല. അന്ന് റാസൽ കൈമയിൽ ഒരു ഉദ്ഘാടനം ഉണ്ടായിരുന്നു, അതുകൊണ്ട് മാത്രം ഓക്കെ പറയാത്തതാണ്. ബാക്കി കമൻറ്റ് വേറെന്താ കമൻറ്റ്? രേണുസുതിനോട് അസൂയ ഉള്ളതുകൊണ്ടല്ലേ നിങ്ങളെല്ലാം സബ്സ്ക്രൈബും ചെയ്തിട്ട് ആ എക്സ്ക്ലൂസീവ് കണ്ടൻറ്റുകൾ എടുത്ത് പുറത്തിടുന്നത്. വളരെ മോശം കേട്ടോ. നിങ്ങൾ ചെയ്തത് വളരെ വളരെ മോശമായിപ്പോയി. ഇത്രയും ഹോട്ട് കണ്ടൻറ്റുകൾ ഇത്രയും എക്സ്ക്ലൂസീവ് കണ്ടൻറ്റുകൾ രേണുസുതി സ്പെഷ്യൽ എക്സ്ക്ലൂസീവ് ആരാധകർക്ക് വേണ്ടി സബ്സ്ക്രിപ്ഷൻ ഓണാക്കിയിട്ട് അതിലിടുന്ന സാധനങ്ങൾ നിങ്ങളെടുത്ത് പബ്ലിക് ചെയ്ത് കഴിഞ്ഞാൽ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം അടുത്ത മാസം മുതൽ കുറയൂലേ? മനസ്സിലായോ? പക്ഷെ എനിക്ക് തോന്നിയത് എന്താ പറയുക, ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് കൊടുത്തിട്ട് ഒരു പ്രൊമോഷൻ പോലെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം ഒറ്റയടിക്ക് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് രേണുസുതി ചെയ്തൊരു ട്രിക്കല്ലേ ഈ ഒരു വിവാദ വീഡിയോ? ഞങ്ങൾക്കങ്ങനെ തോന്നി. എന്താ ഒരു കമൻ്റ് അതിൽ വന്ന രേണുസുതിൻ്റെ ആ വീഡിയോക്കെതിരെ അപ്പോൾ ഒരുപാട് ആളുകൾക്ക് രേണുസുതിനെ എന്താ ഇഷ്ടമാകുന്നില്ല. അതുകൊണ്ടാണ് എന്താക്കുന്നത് രേണുസുതി എൻ്റെ വീഡിയോ എടുത്ത് പോസ്റ്റ് ആക്കുന്ന ഓരോരുത്തർ. നമുക്ക് രേണുസുതി എന്തോന്ന് പോകുന്നതിന് മുന്നേ ഇങ്ങോട്ട് റാസൽ ഖൈമയിൽ ഒരു ഉദ്ഘാടനത്തിന് പോകുന്നതിന് മുന്നേ കോടികൾ ഉണ്ടാക്കാൻ അങ്ങനല്ല, നമ്മൾ നല്ല
എന്താ നല്ല രീതിയിൽ ഉണ്ടാക്കാം. നമുക്ക് എന്താണ് അറിയുന്നത്, നമ്മള് കലാപരമായിട്ട് ഞാൻ ചോദിക്കട്ടെ, സെലിബ്രിറ്റികൾ അല്ലാത്തവർക്ക് ഈ സബ്സ്ക്രിപ്ഷൻ എടുക്കുന്നില്ല, ഒരു പൈസ ഉണ്ടാക്കുന്നില്ലേ? ഉണ്ടാക്കുന്നില്ലേ? അതിനിപ്പം ഞാൻ ഇത് എടുത്തപ്പോഴാണ് ഇത്ര വലിയ പ്രശ്നമായതും വലിയ വിവാദമായതും. ഒരുപാട് സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടില്ലേ? അവരുടെ ഒന്നും ഒരു ഫോട്ടോസ് ലീക്ക് ആകുന്നില്ല, ഒരു പ്രശ്നം. ഇതിനകത്ത് ഞാൻ എന്താ പറയാൻ എനിക്കറിയില്ല. പാവപ്പെട്ടവരുടെ തമന്നയായ രേണു എൻ്റെ വീഡിയോ എന്താ പറയുക ലീക്കാകുന്നതിൽ അത്ഭുതമൊന്നുമില്ല. കാരണം എന്താ, ഈ പാവങ്ങളുടെ ദൈവമല്ലേ അല്ലേ? അങ്ങ് ചോദിച്ചു പോവുകയാണ്, ഒന്ന് നിർത്തിക്കൂടെ എന്ന് ചോദിച്ചു പോവുകയാണ്. മാനസികമായിട്ട് നമ്മൾ പറഞ്ഞ പോലെ മനസ്സല്ലേ, അപ്പൊ നമ്മൾ അങ്ങനെയൊക്കെ ഇടും ചേട്ടാ സ്റ്റാറ്റസ്. നമ്മളിപ്പോ എല്ലാം എപ്പോഴും ഇപ്പൊ ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റത്തില്ലോ നമുക്ക്, നമ്മള് മനുഷ്യരാണല്ലോ. ഒരുപാട് പേര് നമ്പർ തന്നു, ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ടോ അങ്ങനെ കാര്യങ്ങളൊക്കെ എന്നൊക്കെ ചോദിച്ചു. ഒരുപാട് പേര്, കുറെ പേര് വാട്സപ്പ് നമ്പറൊക്കെ തന്നു. ഞാൻ ചിരിച്ചു തള്ളു. വാട്സപ്പ് നമ്പർ അങ്ങ് തന്നു. നടക്കട്ടെ, അതൊക്കെ പേഴ്സണലാ, നമുക്ക് വേണ്ട. സബ്സ്ക്രിപ്ഷൻ വെച്ച ആൾക്കാർ കണക്ക് കൂട്ടിയിട്ട് വരുമാനം എത്ര വരെ വെളിപ്പെടുത്തി തുടങ്ങി. ഞാൻ പോലും കണക്ക് കൂട്ടിയില്ല, അതാണ് സത്യം. എനിക്ക് അറിയില്ല സത്യം. ഈ ഇടയിലും കണ്ട സബ്സ്ക്രിപ്ഷൻ എന്താന്ന് എനിക്ക് മനസ്സിലാവുന്നത്. സത്യമുള്ള കാര്യം പറയല്ലേ, വരുമാനം അത് ഇത്ര വെച്ച് കൂട്ടാനോ കൂടി ഇതൊന്നും എനിക്കറിയാം. ഞാൻ അറിഞ്ഞില്ല. ഞാൻ ഓരോരുത്തർ പറയുമ്പോഴാണ് ഞാൻ ഇത്രയും ഉണ്ടായിരുന്നു, ഇത്രയായോ എന്നൊക്കെ എനിക്കറിയില്ല. എത്രയാണ് മെറ്റ എടുക്കുന്നതെന്നൊന്നും എനിക്കറിയില്ല. ഇപ്പോഴാണ് അത് അറിഞ്ഞു വരുന്നത്. കോടികൾ വരുമാനം സബ്സ്ക്രിപ്ഷൻ വഴി രേണുസുതിക്ക് കോടികൾ വരുമാനം. സബ്സ്ക്രിപ്ഷൻ വഴി രേണുസുതിക്ക് കോടികൾ വരുമാനം. അടുത്ത എക്സ്ക്ലൂസീവ് ബൈറ്റ്. ഇതിലെന്താ പറഞ്ഞ പൈസ ഉണ്ടാക്കുന്ന തെറ്റായ രീതി തെറ്റാണോ? നമ്മൾ പൈസ നമുക്ക് അറിയാവുന്ന രീതിയിൽ നമ്മൾ പൈസ ഉണ്ട്. പൈസ ഇല്ലെങ്കിൽ നമുക്ക് പൈസ ഉണ്ടെങ്കിലേ ഉള്ളു ആൾക്കാരും എല്ലാവരും. അമ്പടി പൊളിസു. അപ്പോൾ രേണുസുതി എൻ്റെ എക്സ്ക്ലൂസീവ് കണ്ടൻറ്റ് പൈസ ഉണ്ടാക്കാൻ വേണ്ടി അവിടുന്ന് സ്ക്രീൻഷോട്ട് അടിച്ച് വീഡിയോ കോപ്പി ചെയ്തിട്ട് അപ്പുറത്തേക്ക് തള്ളുന്നത് എനിക്ക് വലിയ തെറ്റായിട്ട് തോന്നിയില്ല. പൈസ ഉണ്ടാക്കുന്നത് തെറ്റാണോ രേണു? അല്ലല്ലോ, രേണു തന്നെ പറഞ്ഞല്ലോ പൈസ ഉണ്ടാക്കുന്നത് തെറ്റല്ല. പിന്നെ എക്സ്ക്ലൂസീവ് കണ്ടന്റ് അവിടുന്ന് എടുത്തിട്ട് പുറത്തിരുന്നതിൽ ഇപ്പം എന്താ തെറ്റ്? ഇല്ലെങ്കിൽ ഞാനൊക്കെ അനുഭവിച്ചതാണ് കുറെ. സുധിച്ചേട്ടനുള്ള സമയത്ത് മറ്റേ ലോക്ക്ഡൌൺ ടൈമിൽ ഞാൻ അനുഭവിച്ചതാണ്. ചേട്ടനും ഞാനും ഒക്കെ ഞങ്ങളെ ഒറ്റപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഒരു കടം വിഷയം വന്നിട്ട് സുധിച്ച് ആ ഒറ്റപ്പെടലിൽ നിന്ന് ഇത്രത്തോളം ആയില്ലേ. അപ്പൊ അതിന് ഈ കുശുമ്പ് കയറി അത് ഇത് പറയുന്നതിനും ഭേദം മര്യാദയ്ക്ക് അവരവരുടെ കാര്യം നോക്കി ജീവിച്ചാൽ പോലും. ഞാനൊരു കണ്ടന്റാണ് ഇവർക്ക്. ഈ ഇപ്പം ബ്ലോഗേഴ്സിനാണേലും നെഗറ്റീവ് ബ്ലോഗേഴ്സ് മീൻസ് കുറച്ച് പേരുള്ളൂ, ഒരു പേരിൽ തന്നെ 2 പേരേ ഉള്ളൂ. അവര് റിയാക്ഷൻ വീഡിയോ ഇടുന്ന അവർക്ക് ഇപ്പൊ അവർക്ക് ഓരോ ദിവസം കണ്ടന്റാ. അതായത് ഞാൻ സബിൽ ഇടുന്നുണ്ട് പിക്ക്, അപ്പൊ അവർക്ക് ഓരോ ദിവസം കണ്ടന്റാണ്. ഇന്ന് ഞാൻ ഒരു പിക്ക് ഇടുന്നതിന് മുന്നേ ഞാൻ സ്റ്റോറി ഇട്ടാണ്ട് വ്ളോഗേഴ്സ് ഇട്ടിട്ടുണ്ട്, നിങ്ങൾ ചെന്ന് പെട്ടെന്ന് സ്ക്രീൻഷോട്ട് ഒക്കെ യൂണിവേഴ്സിറ്റി പറയല്ലേ, ഒന്ന് കേസ് കൊടുക്ക്. എല്ലാ കണ്ടന്റ് എക്സ്ക്ലൂസീവ് ആകുന്നു. എല്ലാം യൂണിവേഴ്സിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സബ്സ്ക്രൈബ് ചെയ്താൽ നമ്മളെന്താ മണ്ടന്മാരോ? നമുക്ക് പൈസ വേണം, പൈസ ഉണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റത്തുള്ളൂ, പൈസ ഉണ്ടാക്കിയാലേ ചെയ്യാം എന്ന് പറഞ്ഞ് കോടികൾ ഉണ്ടാക്കാൻ അങ്ങനല്ല. നമ്മൾ നല്ല രീതിയിൽ ഉണ്ടാക്കാം. നമുക്ക് എന്താണ് അറിയുന്നത്, നമ്മള് കലാപരമായിട്ട് ഞാൻ ചോദിക്കട്ടെ, സെലിബ്രിറ്റികൾ അല്ലാത്തവർ. ഞാനൊന്ന് ചോദിക്കട്ടെ രേണു, തൻ്റെ എക്സ്ക്ലൂസീവ് കണ്ടന്റ് പൈസ കൊടുത്ത് വാങ്ങി അത് സ്ക്രീൻഷോട്ട് അടിച്ച് 4 ആളെ കാണിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ 4 എണ്ണം ഉണ്ടാക്കാൻ വേണ്ടി അത് വേറൊരു പ്ലാറ്റ്ഫോമിൽ കൊണ്ടുപോയി വിൽക്കുന്നത് തെറ്റാണോ? പൈസ ഇല്ലാത്തവനക്കല്ലേ അതിൻ്റെ വിഷമം അറിയൂ. ഞാൻ ചോദിക്കുകയാണ്, പാവപ്പെട്ടവരുടെ തമന്ന താങ്കൾ എക്സ്ക്ലൂസീവ് കണ്ടന്റ് ഇങ്ങനെ വിൽക്കുന്നത് തെറ്റാണോ? താൻ തന്നെ ഒരു ഇൻ്റർവ്യൂവിന് പറഞ്ഞു, ഞാൻ പാവപ്പെട്ട സബ്സ്ക്രിപ്ഷൻ പോലെ എൻ്റെ നാവും ഉളുക്കുന്നുണ്ട്. പാവപ്പെട്ടുള്ള തമന്നയാന്ന് പറഞ്ഞ രേണുസുതി ചെയ്യാൻ പാടില്ലായിരുന്നു ഞങ്ങളോട്. ഈ സബ്സ്ക്രിപ്ഷൻ എടുക്കുന്നില്ല, ഒരു പൈസ ഉണ്ടാക്കുന്നില്ലേ? അതിനിപ്പോ ഞാൻ ഇത് എടുത്തപ്പോഴാണ് ഇത്ര വലിയ പ്രശ്നമായതും വലിയ വിവാദമായതും. ഒരുപാട് സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടില്ലേ? അവരുടെ ഒന്നും ഒരു ഫോട്ടോസ് ലീക്ക് ആകുന്നില്ല, ഒരു പ്രശ്നം. ഇതിനകത്ത് ഞാൻ എന്താ പറയാൻ എനിക്കറിയില്ല. പറയാൻ വാക്കുകൾ പോലും ഇല്ല രേണുസുതിക്ക്. കാരണം എന്താ, വിതുമ്പുകയാണ് രേണുസുതി. വിതുമ്പി വിറക്കുകയാണ് രേണുസുതി. എന്തായാലും രേണുസുതിൻ്റെ എക്സ്ക്ലൂസീവ് കണ്ട ലോക ആരാധകർക്കിടയിലേക്ക്
എന്താ പറയുക സ്ക്രീൻഷോട്ട് അടിച്ച് തള്ളിയ രേണുസുധിയെ എന്താ പറയുക രേണുസുധീൻ്റെ ഉയർച്ചയിൽ കുശുമ്പുള്ള കുറച്ച് ആളുകൾ രേണുസുധീൻ്റെ എക്സ്ക്ലൂസീവ് കണ്ടൻറ്റുകൾ എടുത്ത് വിൽക്കുന്നത് വളരെ മോശം ഏർപ്പാടാണ്. അതിനെതിരെ ഒരു ഹർത്താൽ രേണുസുധി സോഷ്യൽ മീഡിയയിൽ നമുക്ക് പ്രഖ്യാപിക്കണം. സോഷ്യൽ മീഡിയ നമുക്ക് ഒരു ദിവസത്തേക്ക് അടച്ചിടണം. 1 മണിക്കൂർ രേണുസുധിക്ക് വേണ്ടി ഞാനൊരു 2 സെക്കൻഡ് അങ്ങ് നമിച്ചു പോവുകയാണ്. അപ്പോൾ ഇനിയെങ്കിലും എക്സ്ക്ലൂസീവ് സബ്സ്ക്രിപ്ഷൻ എടുത്ത ആളുകൾ സ്ക്രീൻഷോട്ടും വീഡിയോ സേവറും അടിക്കാതെ രേണുസുധിക്ക് അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കണം. അതിലൂടെ ഞങ്ങളെ പോലത്തെ കുറച്ച് റിയാക്ഷൻ ബ്ലോഗേഴ്സ് എന്തെങ്കിലും ഒന്ന് ഉണ്ടായിക്കോട്ടെ. ഓക്കെ, അപ്പോൾ അടുത്തൊരു കണ്ടൻറ്റുമായിട്ട് രേണുസുധി അങ്ങ് റാസൽ കൈമയിലേക്കാണ് പോയിട്ടുള്ളത്. അപ്പോൾ രേണുസുധി ശ്രദ്ധിക്കുക. കാരണം എന്താ വെച്ചാൽ അവിടെ യുദ്ധം നടക്കുകയാണ്. അപ്പോൾ ശ്രദ്ധിച്ചിട്ട് പോവുക, സേഫായിട്ട് പോവുക, ഭക്ഷണം കഴിക്കുക, വിമർശനങ്ങളെ തള്ളി മൈൻഡ് ചെയ്യാതെ മുന്നോട്ട് പോകും. രേണുസുധി ആരാധകർ ഞങ്ങൾ ബാക്കിൽ തന്നെ ഉണ്ട്. അപ്പോൾ അടുത്തൊരു എക്സ്ക്ലൂസീവ് ആക്കാൻ ഞാൻ വീണ്ടും വരുന്നതാണ്. അപ്പോൾ ബായ്. സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്തോ. അടുത്തൊരു കണ്ടന്റ് ആയിട്ട് വരുന്നവരെ ബായ്. കട്ടാക്ക്. ഓ കട്ട് വന്നിട്ടല്ലോ.